അടിപൊളി 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 കേട്ടാ അടിപൊളി. അങ്കനവാടികളിൽ ഉപ്പുമാവ് വേണ്ട, പകരം ബിരിയാണിയും കോഴി പൊരിച്ചതും വേണമെന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ദേവികുളങ്ങരയിലാണ്. ഈ വീട്ടിലാണ് നമ്മുടെ ആ കൊച്ചുമിടുക്കൻ ബിരിയാണി ആവശ്യപ്പെട്ട കൊച്ചുമിടുക്കനിൽ ദേ കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. മോനൂട്ടാ ഇങ്ങൊന്നേ, ഇവനാണ് ബിരിയാണി ആവശ്യപ്പെട്ട ആള്. അംഗനവാടിയിൽ ഇങ്ങ് വാ, ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ എന്താ പേര്? എന്ത്? ഒന്നും കൂടെ പേരെന്താ ഇവന്റെ? ത്രിജൽ എസ് സുന്ദർ എന്നാണ് പേര് അല്ലേ? എന്താ വീട്ടിൽ വിളിക്കുക? ശംഖുന്ന് വീട്ടിൽ വിളിക്കുന്ന ആളാണ്. നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ? ബിരിയാണിയും പിന്നെന്താ ഇഷ്ടം? പൊരിച്ച കോഴി ഇഷ്ടാ? ഇവിടെ ഉണ്ടോ, അടുക്കളയിലുണ്ടോ ബിരിയാണി പൊരിച്ച കോഴി ഉണ്ടോ? വീട്ടിലുണ്ടാക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കടയിൽ മേടിക്കും. ഉണ്ണി വരുമ്പോ ഉണ്ണി പാട്ട് വെച്ചോണ്ട് തിന്നോ? ക്രിസ്മസിനാണോ? ഇപ്പൊ ഇവിടെ എന്താ ഉള്ളേ കഴിക്കാൻ? നമുക്ക് എന്താ കഴിക്കാനുള്ളേ? ഒന്നുമില്ലേ? നമുക്ക് അങ്കണവാടി പോയാൽ എന്താ ഉണ്ടാവുക? അങ്കണവാടിയിൽ ഉപ്പുമാവുള്ളൂ? അതാണോ എനിക്ക് ഇഷ്ടമല്ല? അങ്കണവാടി ഉപ്പുമാവ് ഇഷ്ടമല്ല? ഇല്ല. നമുക്ക് ആരോടാ അപ്പൊ പറഞ്ഞത്? നമുക്ക് മന്ത്രിമാമനോട് പറഞ്ഞിട്ട് മാറ്റാൻ പറഞ്ഞാലോ? മന്ത്രിമാമനോട് എന്താ പറയാൻ പോകുന്നത്? ഇനി അങ്കണവാടിയിൽ എന്ത് വേണമെന്നാ? ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം അല്ലേ? എവിടെ മോനെ? അമ്മ എവിടെ? അമ്മേനെ വിളിച്ചേ. വിളിച്ചിട്ട് വാ. നടന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ മോനെ വൈറലാക്കിയ അമ്മ. മകൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ട്. ക്രിസ്തുമസിനാണ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കി കൊടുത്തതെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. അതെ, അതിനും അത് കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആള് മറന്നുപോയതല്ലേ? എന്തായാലും അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബിരിയാണി ഇഷ്ടമാണ്. കേരളം മുഴുവൻ മലയാളികളെല്ലാവരും ഇവൻ്റെ ബിരിയാണിയുടെ ഇവൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകളുടെ കമൻറ്റ്, ജയിൽ പുള്ളികൾക്കടക്കം ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അംഗനവാടിയിൽ കൊടുത്തുകൂടാ എന്നുള്ള ന്യായമായ ആവശ്യം, ത്രിജൽ എസ് സുന്ദറിൻ്റെ ആവശ്യം കേരളം ചർച്ച ചെയ്യുകയാണ്. മുന്നോട്ടാ പാട്ട് പാടിത്തരൂ നീ? എനിക്ക് ഉച്ചയ്ക്കെട്ടി പാടോടി 12 ചുട്ടോട് എനിക്കോട് ഞാൻ ചുടുമ്പോൾ എണ്ണാടി. അടിപൊളി പാട്ടാണല്ലോ. നമുക്ക് അംഗനവാടിയിൽ ഒന്ന് പോയേക്കില്ല, അവിടെ ഉപ്മാവാണോ എന്ന് നോക്കാം. പോവാ? ബാഗില്ലേ? ഒന്ന് ബാഗ് എടുത്തത്. അതേ ബാഗ് വന്നേക്കണേ. ബാഗ് ഇട്ട് നമുക്ക് പോവാം. വാ, കൈ പിടിച്ചേ. എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോവാം. ഇന്ന് അവിടെ ബിരിയാണിയാണോ ഉപ്മാവാണ് നോക്കാം. വാ. എയറോപ്ലെയിൻ്റെ സൗണ്ടാണ്. ഓലപ്പാപ്പയല്ലേ അല്ലേ? അവിടുന്ന് വരുമോ? അവിടുന്ന് ഇങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് വരും. ഓളപ്പപ്പേര് ഞാൻ കട്ടയിൽ പോയിട്ടുള്ള ഓളപ്പപ്പേരില്ല. ഇന്നലെയാ സോമൻ്റെ അടുത്ത് പോയപ്പോ ഞാൻ കട്ടയിൽ പോയി. അപ്പഴത്തേക്ക് ആ ഓളപ്പപ്പേൻ്റെ അന്ന് എന്നെ കൊണ്ട് പോയി എത്തി. നിനക്ക് അംഗനവാടിയിൽ കൂട്ടുകാരൊക്കെ ഉണ്ടോ? വൈശുക്കൂട്ടൻ ബിരിയാണി വേണമെന്ന് പറയുന്ന സംഘത്തിലുള്ള ആളാണ്. വൈശുട്ടൻ എനിക്ക് ഇന്ന് കളിപ്പാട്ടം തരും. വൈശുട്ടൻ ഇപ്പഴാ കളിക്കുവാണ്. അപ്പം ടാറ്റർ വന്നിട്ടുണ്ട്. ടാറ്റർ അല്ലേ? അവിടെ കണ്ടോ അവിടെ മതില് ഇന്നലെയാ വൈശുട്ടൻ പറഞ്ഞ് വൈശുട്ടൻ എനിക്ക് കളിപ്പാട്ടം ആ എൻ്റെ വീട്ടിൽ ഒട്ടിട്ട് സാറ് ഒട്ടിട്ട് വെച്ചു. ഇതാണ് ശംഖുക്കുട്ടൻ്റെ അങ്കണവാടി അല്ലേ? നമുക്ക് ടീച്ചറെ വിളിച്ചോക്കാം. ടീച്ചറേ, ടീച്ചറോട് കാത്തിരിക്കുകയാണിതാ. ഷൂ വരണം. ടീച്ചറെ, വലിയൊരു പരാതി ഉണ്ടല്ലോ ടീച്ചറെ ഇവിടെ. എൻ്റെ മോൻ്റെ പരാതിയാണോ? ഇവനൊരു പരാതിയുണ്ട് ഇവിടെ. ബിരിയാണിയും കോഴി പൊരിച്ചതും ഇല്ല എന്നാണ് ഇവൻ്റെ പരാതി. ബിരിയാണി അല്ലേ? ബിരിയാണിയും കോഴി പൊരിച്ചതും ഇല്ല എന്നുള്ളത്. അത് പിന്നെ ഞാൻ എന്നും എൻ്റെ മോനെ പറ്റിക്കാറുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയും ബീഫ് റോസ്റ്റും കൊടുത്ത്. എൻ്റെ മോൻ അതിൽ തൃപ്തനല്ല. മറക്കുക ടീച്ചർ, പൊരിച്ച കോഴി വേണം. ബീഫ് റോസ്റ്റ്
പൊരിച്ച കോഴി മതി. ഇതാണ് ഇപ്പൊ നമ്മുടെ ആവശ്യം. ഇതേ ആവശ്യം തന്നെയാണോ കൂട്ടുകാർക്കൊക്കെ ഉള്ളത്? കൂട്ടുകാരൊക്കെയാ? കളിക്ക് കല്ലു കളിക്ക് കല്ലു പീലി പശുട്ടൻ പൊന്നി ചാട്ടി. മിടുക്ക, എല്ലാവരും അറിയാം. ഇനി ബാഗ് കഴിക്കാം നമുക്ക്. ബാഗ് കഴിച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഇതേ ആവശ്യം തന്നെയാണോ ഇനി ഇവിടെ ഉള്ളത്? എല്ലാവർക്കും ഈ ബിരിയാണി വേണമെന്നാണോ പറയുന്നത്? ബിരിയാണി വേണോ? ഇത് ശംഖുക്കൂട്ടം പറഞ്ഞു ബിരിയാണി വേണം. ബിരിയാണി വേണ്ടേ? വേണം. നിനക്ക് ബിരിയാണി വേണോ? ബിരിയാണി ബിരിയാണി വേണ്ടേ? എല്ലാവർക്കും ബിരിയാണിയുടെ ആൾക്കാരല്ലേ? കേട്ടെ, ബിരിയാണി അല്ലാതെ വേറെ എന്തൊക്കെയാ ഇഷ്ടം കഴിക്കാൻ? ദോശ, ഇഡ്ഡലി, കുഞ്ഞിഡ്ഡലി. എനിക്ക് ഒരു സാധനം കളിപ്പാട്ടം കിൻഡർ എല്ലാം എനിക്ക് വേറെയൊക്കെ സാധനമുണ്ട്. അതടിയ എനിക്ക് തീരുന്നേനി. എനിക്ക് ഉടനെ കഴിയും. അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി തരാ വീട്ടിൽ? എന്തുവാണോ? ദോശ. ദോശ അമ്മ ഉണ്ടാക്കി തരാ? ബിരിയാണി അമ്മ ഉണ്ടാക്കി തരില്ല? ബിരിയാണി ചുമ്മാ ഉണ്ടാക്കി തരാം. അച്ഛൻ വാങ്ങിക്കൊടുത്തു തരുമോ? അച്ഛൻ കട്ടരി പോയിരിക്കുക. നാളെ ഒരു മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ. കല്യാണത്തിനൊക്കെ മുമ്പ് ബിരിയാണി കഴിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ട് ഇല്ല. ഞാൻ പണ്ടില്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറെ ഒന്ന് പറഞ്ഞേ. ടീച്ചറെ, നമുക്ക് ഇവനെ ബിരിയാണി വേണമെന്നുള്ളൊരു ന്യായമായ ആവശ്യമാണെന്നാണ് ഇപ്പോൾ കേരളം മുഴുവൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇവൻ്റെ ആവശ്യമാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. കാരണം ജയിൽ പുള്ളികൾക്കടക്കം ബിരിയാണി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശംഖുക്കൂട്ടനും കുട്ടികൾക്കും കൊടുത്തുകൂടാ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടേണ്ട കാര്യം പൊതുസമൂഹത്തോട് എൻ്റെ കുഞ്ഞുമാവ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് നിറവേറ്റി തരണമാണ് എന്നാണ് ഈ മുഴുവൻ അംഗൻവാടിക്കാരുടെയും പേരിൽ. ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ കുഞ്ഞു മക്കൾക്ക് ബിരിയാണിയും കോഴിപ്പൊരിച്ചതും വേണമെന്ന ശംഖുക്കൂട്ടൻ്റെ ത്രിജൽ എസ് സുന്ദറിൻ്റെ ആവശ്യം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. മന്ത്രിമാമൻ ചിലപ്പോൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് നിൻ്റെ ആവശ്യമായിരിക്കും. കേരളത്തിൽ ചരിത്രം കുറിക്കുന്നത് നീ ആയിരിക്കും അല്ലേ? അപ്പോൾ ബിരിയാണി വേണമെന്ന് ഒന്നും കൂടെ പറഞ്ഞു തന്നാൽ എല്ലാവരോടും പറഞ്ഞേ. മന്ത്രിമാമനോട് പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി വേണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. നമുക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചില്ല. നമുക്ക് ഇവൻ്റെ അമ്മയുടെ അടുത്ത്, ഈ വീഡിയോ ചിത്രീകരിച്ച അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും നീയാണ് ഇവിടുത്തെ പോക്കിരി? നീയാണോ? ഞാൻ കളിച്ചായിരുന്നു. കളിക്കാൻ എനിക്ക് കളിപ്പാട്ടം തരുവാൻ. പക്ഷേ ഞാൻ വന്നപ്പോൾ എനിക്ക് റോക്കറ്റ് ആ റോക്കറ്റ് കേടായിരിക്കുക. നീയാണ് പോക്കിരി? നീയാണോ? എനിക്ക് ഒത്തിരി കളിപ്പാട്ടായി. പോയാണോ? ഒത്തിരി വാങ്ങിച്ചായിരുന്നു. ഞാൻ എൻ്റെ വന്ന് പശുട്ട് മണ്ണിൽ കളിച്ചു ചെയ്ത്. അപ്പം പശുട്ടൻ ഇതിട്ടോണ്ട് എന്നെ മറിച്ചിട്ട് തള്ളി. പശുട്ടൻ്റെ കാലിൽ സൈക്കിൾ ചവിട്ടിയിട്ട് കാല് പോയി. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ, എന്തായിരുന്നു ഈ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ തോന്നി? എന്താ വീട്ടിൽ ഇവൻ ബിരിയാണി ആവശ്യം ഉന്നയിച്ചപ്പോഴാണ്? അല്ല, ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇയാൾ. അന്നേരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അംഗനവാടിയിൽ ഉപ്പുമാവ് ഇഷ്ടമല്ല, ഉപ്പുമാവ് വേണ്ട, ബിരിയാണി വേണമെന്ന്. അത് ആദ്യം പറഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഞാൻ പറയാതെ തന്നെ അങ്ങ് പറഞ്ഞ് വേണം. പക്ഷെ പൊരിച്ച കോഴിയും പിന്നെ ആൾ തന്നെ പറഞ്ഞു. അതങ്ങനെ ആൾ അധികം കഴിക്കത്തില്ല, അത്യാവശ്യം കുറച്ച് കഴിക്കും. അത് വേണമെന്നും പറഞ്ഞ് അങ്ങനെ എടുത്തിട്ടതാണ്. വീട്ടിൽ നിന്ന് എടുത്ത ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമം മൊത്തം ചർച്ച ചെയ്യുന്നത്. അതെ, അറിഞ്ഞായിരുന്നു സമൂഹം വലിയ വൈറലായത്? എവിടെന്നെങ്കിലും വിളി വന്നോ ചോദിക്കുന്നതൊക്കെ? ആളുകൾ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ മോൻ്റെ ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസിലൊക്കെ കണ്ടെന്നും പറഞ്ഞായിരുന്നു.
മകൻ ഉന്നയിച്ച ആവശ്യം ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, ന്യായമാണ്. ജയിൽ പുള്ളികൾക്ക് കൊടുക്കാമെങ്കിൽ പിള്ളേർക്കല്ലേ, ഈ പിള്ളേർക്കല്ലേ പോഷകാഹാരം കൊടുക്കേണ്ടത്. അത് ഇവർക്ക് ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലില്ലയോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനല്ല, ഇപ്പം എല്ലാവരും കൂടെ കഴിക്കുന്ന കാണുമ്പം ഇവനെല്ലാം ഒന്നും തിന്നത്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഉപ്പുമാവും ബാക്കി സാധനമൊക്കെ തിന്നാൻ തുടങ്ങിയത്. അപ്പം ഇവരോരോരുത്തരും മൊത്തത്തിൽ ഇരുന്ന് കഴിക്കുമ്പം അവരുടെ അത് മാറും. മനസ്സിലായോ പറഞ്ഞ അങ്ങനെ? അത് ചിലർ പറയുന്നത് എന്താ വീട്ടിലില്ലയോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ്. ബിരിയാണി ഇഷ്ടമുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് ഉപ്പുമാവ് കാണുമ്പോൾ ഉപ്പുമാവ് വേണ്ട, പകരം ബിരിയാണി മതി എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ത്രിജൽ എസ് സുന്ദറിൻ്റെ അംഗനവാടിയിലാണ് നമ്മളുള്ളത്. ഇത് ദേവികുളങ്ങര പഞ്ചായത്തിലാണ്, വാർഡ് നമ്പർ 1 ഈ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കൊപ്പം നമ്മൾ വന്നിരിക്കുന്നു. ന്യായമായ ആവശ്യം. ഇനി ഇവിടെ ബിരിയാണി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ മോൻ ഒരു ദിവസം പൊരിച്ച ചേച്ചിയാണോ ബിരിയാണി? അതെ അതെ പറ്റിക്കുന്ന ആൾ നമ്പർ 1. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. സോയാബീൻ കൊണ്ട് റോസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ പറ്റിക്കാറുണ്ട് വെജിറ്റബിൾ ഇട്ട് ബിരിയാണി വെച്ച്. അല്ലെങ്കിലും എൻ്റെ മോൻ നേരത്തെയും വരല്ല, കാരണം ഇവിടെ പ്രവേശനോത്സവത്തിന് എൻ്റെ മോനായിരുന്നു താരം. കെട്ടിപ്പിടിച്ച് ഭയങ്കര ഉമ്മയെ കൊടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുള്ള അമ്മയുടെ വീഡിയോ. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.